കേരളത്തിലെ ഒരു മത സാമുദായിക ഇക്വേഷൻസ് ഒക്കെ തന്നെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വലിയൊരു വിലങ്ങുതടിയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം. കാരണം ഏതാണ്ട് ഒരു 27% വരുന്ന മുസ്ലിംസും അതുപോലെ 16-17% വരുന്ന ക്രിസ്ത്യൻസും അടങ്ങുന്ന ഒരു ന്യൂനപക്ഷങ്ങൾക്കൊക്കെ തന്നെ വലിയ തോതിൽ ഡിസിസീവായിട്ടുള്ള വോട്ട് ബാങ്ക് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ഒരു ഹിന്ദു മെജോറിറ്റി ആണെങ്കിൽ പോലും അതെല്ലാം തന്നെ ഒരു പ്രോ ലെഫ്റ്റ് ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു കാര്യം, ഹിന്ദു മതവിഭാഗത്തിൽ നിന്നുള്ള ഒരു വോട്ടുകൾ കിട്ടിക്കൊണ്ട് മാത്രം കേരളത്തിൽ ഒരിക്കലും വലിയ തോതിലുള്ള വിജയമുണ്ടാക്കാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതിന് തീർച്ചയായിട്ടും പിന്നെ മുസ്ലിം എന്ന് പറയുന്ന മതവിഭാഗത്തിന് അതിൽ നിന്നുള്ള വോട്ടുകളൊന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല. അത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ അതിൻ്റെ കാരണങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ആകെയുള്ളത് ഒരു ക്രിസ്ത്യൻ മതവിഭാഗം മാത്രമാണ്. അപ്പോൾ ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ മഹാഭൂരിപക്ഷം വോട്ടുകളും തന്നെ പോയിക്കൊണ്ടിരുന്നത് കോൺഗ്രസ്സിനാണ് എന്ന് നമുക്കറിയാം. ലാറ്റിൻ കാത്തലിക് ആണെങ്കിലും ഈവൻ സീറോ മലബാർ സഭയിലെ അംഗങ്ങളാണെങ്കിലും അല്ലെങ്കിൽ റോമൻ കാത്തലിക് അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ തീർച്ചയായിട്ടും കൂടുതലായി വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒന്നുകിൽ കേരള കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ കോൺഗ്രസ്സിനോ ഒക്കെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇക്വേഷൻസ് ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിനകത്ത് ഒരു വലിയ തോതിലുള്ള വോട്ട് ബാങ്കിൽ ഒരു ഇൻറോഡ്സ് ഉണ്ടാക്കാൻ, ഒരു വിള്ളൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ തങ്ങൾക്ക് കേരളത്തിൽ പച്ച പിടിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ഒരു ഭരണത്തിലേക്ക് എത്താൻ കഴിയൂ എന്നൊക്കെ ബി ജെ പി കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പല പദ്ധതികളും അവർ ആവിഷ്കരിച്ചു. അത് യഥാർത്ഥത്തിൽ ഒരു കഴിഞ്ഞ 10-15-20 കൊല്ലമായിട്ട് നമുക്കറിയാം ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കിടക്കൊക്കെ തന്നെ ഒരു ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചിരുന്നു. അതിൽ യഥാർത്ഥത്തിൽ ബി ജെ പി മാത്രമല്ല കുറ്റക്കാർ. കാരണം ജമാഅത്തെ ഇസ്ലാമിയും SDP-യെയും അതുപോലെ തന്നെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന അത്തരം സഹോദരങ്ങളൊക്കെ തന്നെ ഈ ബി ജെ പിയുടെ വളർച്ചയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം അവരെല്ലാവരും തന്നെ ഈ പറയുന്ന പല പ്രശ്നങ്ങളിലുമൊക്കെ ഇടപെട്ട് വഷളാക്കുകയും അതിൽ ഒരു ക്രിസ്ത്യൻ മത സമുദായത്തെ ഒരു ഭീതി ജനിപ്പിച്ച് ഒരു അകൽച്ച ഉണ്ടാക്കുന്നതിനുമൊക്കെ ഇവർ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബി ജെ പിക്ക് കുറച്ചുകൂടി എളുപ്പമായി, അല്ലെങ്കിൽ ബി ജെ പിയുടെ നിന്ന് ഇവരൊക്കെ വല്ല ഫണ്ടും പറ്റുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളായി മാറിക്കൊണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ തോതിലുള്ള ഒരു സാമുദായികമായിട്ടുള്ള ഒരു അകൽച്ച ഇവിടെ ഉണ്ടാക്കുന്നതിന് വിജയിച്ചിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും അവസാനത്തെ ഒരു ട്രംപ് കാർഡായി, തുറുപ്പ് ചീട്ടായി ഇറക്കാനിരുന്നത് മുനമ്പത്തെ പ്രശ്നമാണ്. മുനമ്പത്തിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന വഖഫ് നിയമ ഭേദഗതിയുടെ കാര്യത്തിലൊക്കെ തന്നെ ഞാൻ ബി ജെ പിയുടെ സ്റ്റാൻഡിനൊപ്പമാണ്, ഒരു സംശയമില്ല. കാരണം ഈ വഖഫ് നിയമം ഭേദഗതി ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള അർത്ഥത്തിലൊന്നും എനിക്ക് യാതൊരു സംശയവുമില്ല. ആർട്ടിക്കിൾ 40 ഒക്കെ തന്നെ എടുത്ത് കടലിലെറിയേണ്ടതാണ് എന്നുള്ള കാര്യത്തിലും എനിക്കൊരു സംശയമില്ല. അത് ഞാൻ അസന്നിഗ്ധമായി പല വീഡിയോകളിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പക്ഷേ ബി ജെ പി കൊണ്ടുവന്നിട്ടുള്ള ചില മാറ്റങ്ങളിൽ ഇപ്പോൾ വഖഫ് ബോർഡിനകത്ത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ വെക്കണം, അങ്ങനെയുള്ള ചില നിബന്ധനകളൊക്കെ തന്നെ അതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന കാര്യമാണ്. അത് വെച്ചു എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറയുന്ന വഖഫ് നിയമ ഭേദഗതി ഞാൻ അനുകൂലിക്കുമ്പോഴും ഇത് കൃത്യമായി രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ ബി ജെ പി തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ പ്രയോജനപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KCBC അടക്കമുള്ള ആളുകൾ ക്രിസ്ത്യൻ സഭകളിലേക്ക് ഈ പറഞ്ഞ അപെക്സ് ബോഡി ആയിട്ടുള്ള അവരൊക്കെ അടക്കം തന്നെ കേരളത്തിലെ എല്ലാ MP-മാരോടുമൊക്കെ അഭ്യർത്ഥിച്ചു. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഹൈബീഡിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഹൈപ്പ് ഇത്തിരി കൂടിപ്പോയി. അതായത് എമ്പുരാൻ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അതൊരു ആവറേജ് സിനിമയായിട്ട് അങ്ങോട്ട് പോയാൽ. പക്ഷേ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത്ര ഭയങ്കര മികച്ച പടമാണെന്ന് ആളുകൾ പ്രതീക്ഷിക്കുകയും അത്തരം ആളുകളെ പ്രതീക്ഷിക്കത്തു ഈരാതിരിക്കുകയും ചെയ്തു നമുക്ക് കാണാം. ഏതാണ്ട് അതേ അവസ്ഥയാണ് മുനമ്പത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ വഖഫ് നിയമ ഭേദഗതി അങ്ങോട്ട് പാസ്സാക്കേണ്ടതാണ്, അത് പാസ്സാക്കേണ്ട ആവശ്യമുള്ളതാണ്. കാരണം വലിയൊരു ഡ്രാക്കോണിയൻ നിയമമായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ നിയമം പാസ്സാകുന്നതോടുകൂടി ഉടനെ തന്നെ മുനമ്പത്തെ ആളുകളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടും എന്ന് ആ പാവങ്ങളോട് പറഞ്ഞതും കുറച്ച് കടന്ന കൈയായിട്ടുള്ള പ്രചരണങ്ങൾ ബി ജെ പി ഒക്കെ നടത്തിയതും ഇപ്പോൾ ബി ജെ പിക്ക് തന്നെ വലിയ തോതിൽ ബൂമറങ്ങായി മാറിയിരിക്കുകയാണ്. 17 മണിക്കൂർ വഖഫിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ പാർലമെൻറ്റിൽ നടന്നപ്പോൾ കിരൺ റിജിജു പറഞ്ഞത് ഈ നിയമം പാസ്സാക്കണം, ഇത് മുനമ്പത്ത് കുടിയൊഴിപ്പിക്കപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടാൻ സഹായിക്കുമെന്നൊക്കെയാണ്. പിന്നെ സുരേഷ് ഗോപി, അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല, പക്ഷേ സുരേഷ് ഗോപിയും പറഞ്ഞത് മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം കൂടി ഇതിനകത്ത് പരിഹരിക്കപ്പെടുമെന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കിരൺ റിജിജു ഇന്നലെ അവിടെ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അതായത് നന്ദി മോദി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ കിരൺ റിജിജു എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് അതുപോലെ മൈനോറിറ്റീസിൻ്റെയും അതുപോലെ പാർലമെൻ്ററി അഫയേഴ്സിൻ്റെയും മന്ത്രി, അതേപോലെ ലോകരാജ്യമായിട്ട് കൂടിയാണ് അദ്ദേഹം വന്നിരുന്നു.
പിന്നെ നമ്മുടെ ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ PK കൃഷ്ണദാസ് ഉണ്ടായിരുന്നു, പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു, പിന്നെ അനൂപ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി നേതാക്കന്മാർ ഇരുന്നുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ കിരൺ റിജിജു വ്യക്തമായി പറഞ്ഞത് നിങ്ങൾ ഈ പോരാട്ടം തുടരണമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ വഖഫ് ട്രിബ്യൂണലിൽ പോകണം, അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോകണം, ഇനി അവിടെ നിന്ന് വിധി തെറ്റാണെങ്കിൽ സുപ്രീം കോടതി വരെ പോരാട്ടം നടത്തണം എന്നുള്ളതാണ് പറഞ്ഞത്. ഈ പാവപ്പെട്ട മുനമ്പത്തെ 600ഓളം വരുന്ന കുടുംബങ്ങളൊക്കെ അവർ വിചാരിച്ചിരുന്നത് വളരെ സിമ്പിളായിട്ട് ഈ നിയമം കൊണ്ട് പാസ്സാകുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം വന്ന് കിരൺ റിജിജു ഒരു പ്രഖ്യാപനം നടത്തുന്നു, എന്നിട്ട് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ അവരുടെ റവന്യൂ അധികാരങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്നു. അവർക്ക് നാളെ രാവിലെ പോയി വില്ലേജ് ഓഫീസിൽ കരമടക്കാം, സ്വന്തം ഭൂമി തിരിച്ചു കിട്ടും, പിറ്റേ ദിവസം പോയി എന്ത് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും പണയം വെക്കണമെങ്കിൽ വെക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ഹൈപ്പ് അങ്ങോട്ട് കൂടിപ്പോയതുകൊണ്ട് പറ്റിയ കുഴപ്പമാണ്. യഥാർത്ഥത്തിൽ കിരൺ റിജിജു പറയുന്നത് ഇനിയൊരു മുനമ്പം ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും, കൂടാതെ ഈ നിയമമൊക്കെ വന്നതുകൊണ്ട് അതിലെ പ്രൊവിഷൻസ് ഒക്കെ വെച്ച് ഇവർക്ക് കേസ് നടത്താൻ സഹായിക്കും എന്നൊക്കെയുള്ളതാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ ആന്റണി വടക്കേക്കര എന്ന് പറയുന്ന അവിടുത്തെ സഭാ വികാരി തന്നെ, പള്ളി വികാരി തന്നെ കൃത്യമായി പറഞ്ഞേക്കുന്നത് ഞങ്ങൾ വലിയ നിരാശയിലാണ്, കടുത്ത നിരാശയിലാണ്. കാരണം ഒരു വലിയ പ്രഖ്യാപനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് വിചാരിച്ചു, ഈ പ്രശ്നം ഇന്ന് തീരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 185 ദിവസമായിട്ട് അവർ സമരത്തിലാണ്. ഇനി എത്ര കാലം കൂടി സമരം ചെയ്യേണ്ടി വരുമെന്നറിയില്ല. തങ്ങളുടെ റവന്യൂ അവകാശങ്ങളൊക്കെ തിരികെ കിട്ടാൻ എന്ത് ചെയ്യണം എന്നാണ് അവർ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ BJPക്ക് യഥാർത്ഥത്തിൽ ഇത്ര ഒരു വലിയ പ്രതീക്ഷ കൊടുത്തതിന് ശേഷം, ഒരാശ കൊടുത്തതിന് ശേഷം പിന്നീട് ഒരു നിരാശ കൊടുക്കുമ്പോൾ അത് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറിയിരിക്കുന്നു. കിരൺ റിജിജുവും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും ഒക്കെ ഇരുന്നിട്ടുള്ള ആ പത്രസമ്മേളനത്തിൽ വെച്ച് പത്രക്കാർ കൃത്യമായിട്ട് ചോദിച്ചു, ഈ നിയമം കൊണ്ട് മുനമ്പത്തുകാർക്ക് ഇത് എങ്ങനെയാണ് അവരെ ഗുണമുണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ കിരൺ റിജിജു പറഞ്ഞിട്ടുള്ളത് ഇത് കൊണ്ട് ആകെ ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കേസിന് പോകാം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കേസിന് പോകുമ്പോൾ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള നിയമം നിങ്ങളെ സഹായിക്കാനെത്തും എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങൾ രൂപീകരിക്കാൻ ഒരു 3 ആഴ്ച സമയമെടുക്കും, അന്നേരമാണ് കൂടുതൽ പറയാൻ കഴിയുക എന്നുള്ളതാണ്. ഇതെന്താണെങ്കിലും ഒരു മുൻകാല പ്രാബല്യമില്ലാതെ, റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ലാതെ പാസ്സാക്കുന്ന ഒരു നിയമമായതുകൊണ്ട് ഇതുകൊണ്ട് മുനമ്പത്തുകാരുടെ ഇഷ്യൂ പരിഹരിക്കപ്പെടില്ല എന്നുള്ളത് കോൺഗ്രസ് ഒക്കെ നേരത്തെ എടുത്തൊരു സ്റ്റാൻഡാണ്. പകരം കോൺഗ്രസിലെ VD സതീശൻ പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ് വിചാരിച്ചാൽ ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം വഖഫ് ബോർഡ് ഭരിക്കുന്നത് LDF ആണ്. അപ്പോൾ വഖഫ് ബോർഡിൻ്റെ CPMൻ്റെ ചെയർമാനടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ളൊരു അവകാശം അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചാൽ മതി എന്നുള്ളതാണ്. കൂടാതെ ഇത് പരിഹരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വഖഫ് ട്രിബ്യൂണൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഇത് വഖഫിൻ്റെ സ്വത്തുക്കളായി രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു ഇത്രയും കാലം, ഏതാണ്ട് 10-50 കൊല്ലത്തോളം അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഖഫിൻ്റെ സ്വത്തുക്കളായിട്ടുള്ള രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് വഖഫ് ആവുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം വരുമ്പോൾ ഈ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ ഭൂമിയൊക്കെ തിരിച്ചു കിട്ടാനും അവരുടെ റവന്യൂ അവകാശങ്ങളൊക്കെ തിരികെ കിട്ടാനും ഒക്കെ സഹായിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷേ എന്താണെങ്കിലും ശരി, ഇത്തരത്തിൽ വലിയൊരു മഹാ അബദ്ധം BJPക്ക് പറ്റിയിരിക്കുന്നു. ഒരു ഓവർ ഹൈപ്പ് ഉണ്ടാവുകയും അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ കൊടുക്കുകയും ചെയ്തുകൊണ്ട് ആ മുനമ്പത്തെ സമരക്കാർ തന്നെ അതീവ നിരാശരാണ്, ദുഃഖിതരാണ്. അതിൽ 50ഓളം പേർ BJPയിൽ അംഗത്വം എടുത്തിരുന്നു. അതൊക്കെ തന്നെ ഇനി അംഗത്വം തിരിച്ചു മേടിക്കുമോ, കൊടുത്ത കാശ് തിരിച്ചു മേടിക്കുമോ, അതോ മിസ്ഡ് കോളിൽ അംഗത്വം എടുത്തവരാണോ എന്നൊന്നും അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ പോലും ചില തന്ത്രങ്ങൾ രാജീവ് ചന്ദ്രശേഖരൊക്കെ പയറ്റിയിരുന്നു. അത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ എന്തിനാണ് മുസ്ലിം ലീഗ് കോടതിയിൽ പോയത് എന്നാണ് ചോദിക്കുന്നത്. നിഷ്കളങ്കയായിട്ടുള്ള സ്മൃതി വരുത്തിക്കാട് മീറ്റ് ദ എഡിറ്റേഴ്സിൽ നിന്ന് പറയുന്നത് കേട്ടു, രാജീവ് ചന്ദ്രശേഖരൊക്കെ കൃത്യമായി ഹോംവർക്ക് ചെയ്യാതെയാണ് വന്നേക്കുന്നത്. കാരണം അതിനു മുമ്പേ കോൺഗ്രസ് ഇതിൽ സുപ്രീം കോടതിയിലേക്ക് ഇതിൻ്റെ ഭേദഗതിക്കെതിരെ നിയമ പോരാട്ടവുമായി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്മൃതിക്കറിയാത്തൊരു കാര്യം ഞാൻ സ്മൃതിയോട് പറഞ്ഞുതരാം. സ്മൃതി ഇതവർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, കോൺഗ്രസ് മുതൽ നമ്മുടെ വിജയുടെ പാർട്ടി, നടൻ വിജയുടെ പാർട്ടി വരെ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോടതിയിൽ പോയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ അത് മുസ്ലിം ലീഗ്, അതായത് UDFൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് എന്തിനാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോടതിയിൽ പോയത് എന്ന് പറയുമ്പോഴാണ് അവിടെ രാഷ്ട്രീയമായിട്ട് വലിയ പ്രയോജനം കിട്ടുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെയും മുസ്ലിം വോട്ട് ബാങ്കിനെയും ഒക്കെ തമ്മിൽ, അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തെയും ഒക്കെ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാക്കാൻ സഹായിക്കൂ, അല്ലെങ്കിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ സഹായിക്കൂ. ആ ഒരു അകൽച്ചയും ശത്രുതയും ഒക്കെ തന്നെ, ശത്രുവിനെയൊക്കെ ചൂണ്ടിക്കാണിക്കലാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ സഹായിക്കൂ എന്നുള്ളത് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും മുനമ്പത്ത് ഇപ്പോൾ ആന്റണി വടക്കേക്കര എന്ന് പറയുന്ന അവിടുത്തെ സഭാവികാരി വന്ന് പറഞ്ഞേക്കുന്നത് ഞങ്ങൾ അസന്തുഷ്ടരാണ്, ഞങ്ങൾ ഈ പറയുന്ന
മന്ത്രിയോട് എഴുതി ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഞങ്ങളിത് സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി പുള്ളിയുടെ കത്ത് പ്രതീക്ഷിച്ചവരിയ്ക്കുകയാണ്. എന്താണെങ്കിലും മുനമ്പത്തുകാരുടെ നിരാശ അങ്ങേയറ്റം അതുപോലെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനിടയിൽ രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാൻ BJP ശ്രമിച്ചത് വലിയ തോതിൽ തിരിച്ചടിയായിരിക്കുന്നു. ഇത് മുനമ്പത്തിൻ്റെ ഇഷ്യൂവിൽ മാത്രമല്ല, സഭകൾക്ക് വലിയ സ്വത്തുണ്ട് എന്ന് പറഞ്ഞ് ഏതാണ്ട് 17,000 ഏക്കർ, ഈ പറയുന്ന പോലെ 17 കോടി ഏക്കറോളം വരുന്ന സ്വത്തുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ചില ലേഖനങ്ങളുമൊക്കെ ഓർഗനൈസറിൻ്റെ ഇതിൽ വന്നിരുന്നു. തികച്ചും അസംബന്ധമായിട്ടുള്ള വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള അത്തരം വിവരങ്ങൾ എടുത്തു വെച്ച് ലേഖനം എഴുതിക്കൊണ്ട് ഒന്നുകൂടി സഭയെ എന്ത് ചെയ്തിരുന്നു, നിരാശരാക്കിയിരുന്നു. ജബൽപൂരിലുണ്ടായ ഇഷ്യൂവിനെ കുറിച്ച് ദീപിക മുഖപ്രസംഗം എഴുതിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനിടയ്ക്ക് ഒരു വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് തൃശ്ശൂരിൽ നേടിയതുപോലൊരു വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിലും നേടാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത് യഥാർത്ഥത്തിൽ BJPയെ മാത്രമല്ല സങ്കടപ്പെടുത്തുക, CPM-നെ കൂടി സങ്കടപ്പെടുത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ 2, 3, 4% വോട്ടുകൾ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസിന് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അതായത് പ്രത്യേകിച്ചും ലാറ്റിൻ കാത്തലിക്കും റോമൻ കാത്തലിക്കുമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വോട്ടുകളിൽ ഒരു 3-4% വോട്ടുകൾ BJPയിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ അത് വലിയ നേട്ടമുണ്ടാക്കുന്നത് പലപ്പോഴും തൃശ്ശൂർ മുതൽ പത്തനംതിട്ട വരെയുള്ള മേഖലകളിലൊക്കെ തന്നെ CPM-നായിരിക്കും. അപ്പോൾ അത്തരത്തിൽ യഥാർത്ഥത്തിൽ CPM-നും ചെറിയ തോതിലുള്ള സങ്കടമുണ്ടാവും. പിന്നെ അവരിതൊക്കെ മറികടക്കാൻ മറ്റേതെങ്കിലും അഭ്യാസങ്ങളൊക്കെ നോക്കിക്കോളും. പക്ഷേ BJPയുടെ ഒരു അജണ്ട ഏതാണ്ട് തകർന്നടിഞ്ഞിരിക്കുന്നു. ഇനി ഇതിലെന്താണ് ചെയ്യാൻ കഴിയുക എന്നറിയില്ല. തീർച്ചയായിട്ടും മുനമ്പം ഇഷ്യൂ ഇനി മുതൽ ഈ തെരഞ്ഞെടുപ്പിനെയോ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ ഇൻറോഡ്സ് ഉണ്ടാക്കാനുള്ള, വിള്ളൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ മുനമ്പം ഒരായുധമായി ഉപയോഗിക്കുന്നത് പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ച് ഇതുകൊണ്ട് BJP അവസാനിക്കുമെന്നോ നിർത്തുമെന്നോ ഈ പോരാട്ടം എന്നൊന്നും അർത്ഥമില്ല. കാരണം BJP പുതിയ തന്ത്രങ്ങളും പുതിയ വിഷയങ്ങളും കണ്ടെത്തിയവർ ഉറപ്പായും വരും. പക്ഷെ അതുവരേക്കും വണക്കം.